സഹോദരി കലാസ്നേഹികളെ, അന്തരിച്ചു പോയ ശ്രീ ക്യാപ്റ്റൻ രാജു അവറുകളോട് പൂർണ്ണ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഈ റോസ്റ്റ് വീഡിയോയെ തികച്ചും പ്രേക്ഷകർ ഒരു റോസ്റ്റ് വീഡിയോ മാത്രമായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പവനായി 99.99. നമുക്ക് സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. കോഡൻസ് എന്ന അതിസമ്പന്നമായ കുടുംബം, മൂത്ത സന്തതി ഡോക്ടർ, അടുത്ത സന്തതി ഭീമൻ രഘു. പുള്ളി അത് ബാല ട്രൂപ്പിലെ നടനാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത ആള് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണെന്ന് തോന്നുന്നു. ഒരു നല്ല ചിക്കൻ പീസിംഗ് എടുക്ക. ഇനി ഇവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. അതായത് ഇവരുടെ കൂട്ടത്തിലെ പെൺചോര. സ്വത്തുക്കളെല്ലാം പുള്ളിക്കാരുടെ പേരിലാണ് ഉള്ളത്. അതിനാൽ എങ്ങനെയെങ്കിലും അത് കൈവശമാക്കാൻ ഇവർ കണ്ടുപിടിച്ച ഒരാളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ഇപ്പോൾ കണ്ടതാണ് ഈ സിനിമയിലെ നായകൻ. ഇതാരാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സിനിമയിലൊക്കെ വന്നു പോണ റാൻഡം അപ്പൂപ്പനില്ലേ, അത് തന്നെ. സെന്റിമെന്റ്സ് പറഞ്ഞു ബോറടിപ്പിക്കില്ലേ ദേവാ. എന്റെ കുട്ടികളുടെ പഠന കാര്യങ്ങൾ വരെ ബുദ്ധിമുട്ടില്ല. അതെന്തൊരു പോക്കട അങ്ങനെ പോയത്, വെട്ടിത്തിരിഞ്ഞൊരു പോക്ക്. ലോറിയുടെ മുകളിൽ സ്കൂട്ടർ കയറ്റി വെച്ച് കൊട്ട വെയിലത്ത് ഹെൽമെറ്റ് പോലും വെക്കാതെ സ്കൂട്ടർ ഓടിച്ചു വരുന്നതാണ് സിനിമയിലെ നായിക. ഒരു അപ്രസക്ത നിമിഷത്തിൽ നായിക ഓടിച്ചിരുന്ന സ്കൂട്ടറിന് പെട്ടെന്നൊരു ഇക്കളങ്ങ് വെട്ടുകയാണ്. അപ്പോഴതാ അവിടേക്ക് നമ്മുടെ നായകൻ ബൈക്കിൽ വരികയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് തമ്മിൽ നേരത്തെ വല്ല ബന്ധമുണ്ടെന്ന്. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ബന്ധം പോലും അവർ തമ്മിൽ ഇല്ല. അങ്ങനെ റോഡിൽ വണ്ടി കേടായി നിന്ന് നമ്മുടെ നായികയെ റാൻഡമായിട്ട് ഒന്ന് നായകൻ കടത്തിക്കൊണ്ട് പോകുകയാണ്. അതിന് പുറകെ തികച്ചും യാദൃശ്ചികമായി ഇവരും അവരങ്ങ് സ്പോട്ട് ചെയ്യുകയാണ്. അള്ളാഹുവാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്നിട്ട് റോഡിലൂടെ വന്ന് അവരെ വണ്ടി കൊണ്ട് ചേസ് ചെയ്ത് ഓടിച്ചൊരു കാട്ടിലോട്ട് കയറ്റും. അവിടെ അപ്പൊ തന്നെ നോമ്പൂറിക്ക് എല്ലാവരും ഒത്തുകൂടുകയാണ്. വെയിറ്റ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതെല്ലാം നിങ്ങളെ പെട്ടെന്ന് ഇവിടുന്ന് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞാണെന്ന്. ഒരു പുണ്ണാക്കും അല്ല, സിനിമയിൽ ഇങ്ങനെ തന്നെയാണ് കാണിക്കണം. പിന്നെ ഇതിനെ സിനിമയായിട്ട് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും. അതാ അവിടേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് മാമന്മാര് വരികയാണ്. പോലീസുകാരൻ നേരെ വന്നൊന്ന് മീശ വിരിക്കും. എന്നിട്ട് നേരെ പോയി കൈക്കൂലി ചോദിക്കും. അത് തരാന്ന് പറയുമ്പോഴത്തേക്ക് നേരെ റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ച് വീണ്ടും വന്ന് നായകനോട് പെണ്ണുക്കോ വാപ്പസ് തരാന്ന് പറയും. പെണ്ണ് പറയും നമ്മളെ രജിസ്റ്റർ മാരേജ് ഉടനെ കഴിഞ്ഞെന്ന്. അപ്പൊ തന്നെ പോലീസ് പറയും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞല്ലേ, നിങ്ങൾ റിസപ്ഷനും ഫസ്റ്റ് നൈറ്റും കൂടെ സെറ്റ് ആക്കി കൊടുത്തിട്ട് ഈ പ്രശ്നം അങ്ങ് സോൾവ് ആക്കുന്നു പറഞ്ഞ് അങ്ങേരങ്ങ് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവരെല്ലാം കൂടി നേരെ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ അവർ തറവാട്ടിലോട്ട് വിളിച്ചുകൊണ്ട് ചെല്ലും. അവിടെ അതാ നമ്മുടെ നിത്യമാതാവ് കവിയൂർ പൊന്നമ്മ നിൽക്കുകയാണ്. നിത്യമാതാവിന്റെ നാക്കിനാണ് പവർ. അമ്മ പറഞ്ഞാൽ പിന്നെ ആന പോലും അനങ്ങൂലല്ലോ. അവരെ വാക്ക് കേട്ട് ഇവരെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. ബട്ട് ഇത് കേൾക്കുക, സ്റ്റുഡൻസ് വളരെ ചതിയന്മാരും ക്രൂരന്മാരുമാണ്. സംഭവം ഏതെങ്കിലും മണഗുണാഞ്ചനെ കൊണ്ട് അവളെ കെട്ടിച്ചിട്ട് സ്വത്തുകൾ മൊത്തം ഇവർക്ക് അടിച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലോ. ആ പ്ലാൻ എന്തായാലും പൊളിഞ്ഞ്. റോട്ടിൽ ലിഫ്റ്റ് കൊടുത്താലും കല്യാണം നടക്കുമെന്ന് ഈ സിനിമ വഴിയാണ് എനിക്ക് മനസ്സിലായത്. ക്യാപ്റ്റൻ രാജു സാറിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഈ സിനിമ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മൈൽഡായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ പടമാണെങ്കിൽ ഞാൻ കണ്ടും പോയി. ഭീമരഘുനെ കണ്ട പുട്ടാലുനെ പോലെ ഇല്ലേ ഇതിനകത്ത്. എനിവേ ഗയ്സ്, അങ്ങനെ അവർ പ്ലാൻ ചെയ്യുകയാണ്. ഇനിയിപ്പോ എന്തായാലും രണ്ടുപേരെയും അങ്ങ് തീർത്ത് കളയാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുകയാണ്. എടുത്തു വളർത്തിയ കുട്ടി അത് എനിക്ക് പറ്റില്ല. അങ്ങനെ ഗയ്സ്, രണ്ടുപേരെയും ഇരു ചെവി അറിയാതെ തീർക്കാൻ ഒടുവിൽ അവർ കണ്ടെത്തുന്ന സീരിയൽ കില്ലറാണ് പവനായി. ഒരു അനശ്വരമായ കഥാപാത്രത്തെ എടുത്ത് പിഴച്ച കഥാപാത്രമാക്കി വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പിണറായിയെ കണക്ട് ചെയ്യാൻ പവനായിനെ കണക്ട് ചെയ്യാൻ ദുബായിലെ ഒരു സുഹൃത്തിനെ അവർ വിളിക്കുകയാണ്. തലയിൽ കളർ ചരിവം കമിഴ്ത്തി വെച്ചേക്കണ ഇദ്ദേഹമാണ് ആ സുഹൃത്ത്. പുറകിൽ എന്താണ് ഒരേ കളറിലെ 2 കോട്ട് ഹാങ്ങർ തൂക്കിയിട്ടേക്കണം. എടുത്തോണ്ട് ഈ മൈതാനത്ത് കുറിച്ചിട്ട ഗോൾ പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക അവര്. അങ്ങനെ പവനായി അവർക്കൊരു മെയിൽ അയക്കുകയാണ്. ഐ ആം ഓക്കെ, ഐ ആം കമ്മിങ്. പവനായി പുള്ളി ചോര കൊണ്ടാണ് മെയിൽ എഴുതി അയക്കുന്നത്. കണ്ടില്ലേ വലിയ അക്ഷരത്തിൽ ചുമന്ന ലെറ്റർ. സോ അങ്ങനെ ഇരിക്കുക ഗൈസ്, 2 കവിതാക്കൾ റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ അതുവഴി ജീപ്പിൽ കടന്നു വന്ന കുറച്ച് സാമൂഹ്യ വിരുദ്ധ ആഭാസന്മാർ ആ പെണ്ണിനെ കയറി കബളിപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. അപ്പോഴത് അവിടെ നമ്മുടെ പവനായിയുടെ എൻട്രി. അതിന്റെ ഇടയിൽ കൂടെ ഇവനെ ആരെ പിടിച്ച് റോളറിൽ കെട്ടിയിട്ട. മറക്കേണ്ടത് മറിച്ച് തന്നെ നടക്കണം. അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. വേറെ ലെവലാടാ. 1 രൂപയുടെ അരി കിട്ടുന്നുണ്ടെങ്കിലും കേരളം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന
പട്ടിണി പാവങ്ങളുടെ നാടാ ഓർത്തോ. എടാ ഇത് ആരടാ ഇതിന്റെ ഡയലോഗ് എഴുതിയ അഖിൽമാരനും രാഹുൽ ഈശ്വരൻ കൂടെ ഇരുന്ന് എഴുതിയതാ. അല്ല ഭയങ്കര സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ പറയുന്നു. അത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ആണുങ്ങൾ അവരല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ട് നമ്മുടെ ആശാന്റെ സൗണ്ടിന് എന്ത് പറ്റി? എനിക്ക് തോന്നുന്നു അദ്ദേഹം വയ്യാതെ കിടന്ന സമയത്ത് അങ്ങനെ ഡബ് ചെയ്ത പടമാണ്. ആ ടീനി ടോബിനോട് തങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിമനോഹരമായി അദ്ദേഹം ഡബ് ചെയ്ത് തരില്ലായിരുന്നോ? പൃഥ്വിരാജ്, അനൂപ് മേനോൻ. സിനിമ മുഴുവൻ ഈ ഒരു തൊപ്പിയും കോട്ടും പെട്ടി മാത്രമേ ഉള്ളൂ വേഷമായിട്ട്. കോസ്റ്റ്യൂമിന്റെ കാശ് ലാഭിക്കാനായിരിക്കും. എന്തായാലും മാസിൽ നടന്നു വന്ന് നേരെ അവിടെ ഇരുന്ന സെക്യൂരിറ്റിക്കാരന്റെ വായിലേക്ക് ഗണ്ണ് കുത്തിക്കയറ്റി. എന്നിട്ട് ആ തോക്കും പിടിച്ച് അകത്തോട്ട് കയറി അവിടെ ബണ്ണ് നിന്നുകൊണ്ടിരുന്ന ഭീമൻ രഘുനെ തോക്ക് കാണിച്ച് പേടിപ്പിക്കും. ഇങ്ങനൊരു മൊണ്ണ. നമ്മുടെ പവനെ തന്റെ പെട്ടി തുറക്കുകയാണ്. മലപ്പുറം കത്തിമുത അനുഭവം പോലെയുള്ള ആ പെട്ടി ഒലക്കയുടെ മൂട്. അല്ല ഒലക്കയുടെ മൂടുണ്ട്. സീരിയസ്ലി ദേ ഈ സാധനം ഒലക്കയുടെ മൂടാണ്. പവനയുടെ പുതിയ വെപ്പൺ അത്ര. പിന്നെ ദേ ഇത് പത്തനംതിട്ട കത്രിക അത്ര. മലപ്പുറം കത്തിയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയില്ലേ? അത് വെച്ച് കൊരവള്ളിയിട്ട് വെട്ടിത്തരും. ക്യാപ്റ്റൻ രാജവണ്ണ ഇത് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കണം നിങ്ങള്? പത്തനംതിട്ട കത്രിക ഒലക്കയുടെ മൂടെന്ന്. ചില മേഖലകളിലൊന്നും നമ്മൾ കൈവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. മോഹൻലാലേട്ടൻ ബറോസ് ഡയറക്ട് ചെയ്ത പോലെ ഒരാൾ അതിന്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ? പക്ഷെ ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണം. തുടർന്ന് അവിടെ ചുമരിൽ ചാലിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോ നോക്കി നമ്മുടെ പവനായിക്ക് ഒരു യാത് വരികയാണ്. ആരുടെയോ വയറ് കയറി പറഞ്ഞാണ്ടി പുറത്തെടുക്കുന്ന ഒരു യാത്. ഇത് ഉണ്ടായില്ലേ? ഇതാ ആരെന്ന് തോണ്ടെടുത്തത്. തുടർന്ന് പവനായിനെ അവർ വീട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കാനായി. വന്ന ദിവസം തന്നെ പവനയത്തിന്റെ പണി തുടങ്ങുകയാണ്. പുള്ളി ഒരു ബാസ്കറ്റ് ബോൾ രണ്ടായി കയറി പഴയ കാൽക്കുലേറ്ററും സ്റ്റീൽ പാത്രത്തിന്റെ അടപ്പും 2 സോസേജ് ഒരു സെലോ ടോപ്പിൽ ചുറ്റി കുറച്ച് വയറുകളുമായി ബന്ധിച്ച്. അല്ല ഈ കൊട്ട വെയിലത്താണ് അങ്ങനെ കണ്ണാടിയും വെച്ച് ടോർച്ച് തല വെച്ചിരിക്കുന്നത്. ഇങ്ങനൊക്കെ എന്ത് വയ്യേ? റൂമിലെ ഭയങ്കര ഇരുട്ടെന്ന്. അതിന് ആദ്യം മോഹത്തിൽ നിന്ന് കണ്ണാടി എടുത്ത് മാറ്റണം. അങ്ങനെ ബാസ്കറ്റ് ബോളിനകത്തൊരു ടൈം ബോംബ് വെച്ച് അത് സൂപ്പർ ഗുളുവും തുപ്പലും വെച്ച് ഒട്ടിച്ച് ബോൾ തറയിട്ട് കുതിപ്പിക്കും. അല്ല ഇതിലിപ്പോ ആര് കുതിക്കണ? ഭീമൻ രഘുവിന്റെ ബോളാ. ഐ മീൻ ഭീമൻ രഘു അതാ ബോളാ. പിന്നെ ഇതിൽ അമിത ബുദ്ധിയുള്ള വില്ലനായതുകൊണ്ട് ഭീമൻ രഘു എന്ത് ബോൾ എടുത്ത് എറിയും. തറ വീണ ബോൾ ഉരുണ്ടുരുണ്ടുരുണ്ട് കുതിച്ചുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് പുറത്ത് മീൻ വെട്ടിക്കൊണ്ടിരുന്ന കലാഭവനിലെ പഴയ മിമിക്രക്കാരന്റെ അടുത്തോട്ട് ചെല്ലും. ഇത് ഇന്നസെന്റ് അല്ലേ? അല്ല ഇന്നസെന്റിന്റെ ഫിഗർ പിടിക്കുന്ന മച്ചാനാണ്. വീണ്ടും ബോൾ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട്. അത് ശരി. എടാ ഒരു ബോളിന്റെ പുറകെ എന്തിനാണ് ഈ കുടുംബക്കാർ മൊത്തം പോണത്? അവിടെ കാലില് കുഴമ്പ് വെച്ചിരുന്ന അമ്മച്ചൂര ഇടിച്ച് പുറകെ ഓടുന്നു. ഒരു പന്ത് ഉരുളനെ കാണാൻ ഒരു കല്യാണത്തിനുള്ള ആള്. എന്തായാലും ആ ഉരുണ്ടു വന്ന ബോള് ഇരിക്കാൻ പാകമായതിനാൽ നമ്മളെ പുള്ളിക്കാർ അതിന്റെ മുകളിൽ കയറി ഇരിക്കും. അപ്പൊ തന്നെ ബോളിന്റെ കാറ്റ് പോയി അത് പൊട്ടിത്തെറിക്കും. അതവിടെ തീർന്നേ. ഒരു ബന്ധമില്ലാതെ അതവിടെ തീർന്നു. അതായത് ഏതെങ്കിലും സിനിമയിലൊക്കെ സ്ഥിര പോലീസായി ഇദ്ദേഹം വന്ന് വിക്രമനെയും മുത്തുവിനെയും കാണുകയാണ്. എന്നിട്ട് അവരോട് അപേക്ഷിക്കും, മക്കളെ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം, പുതിയ SI ചാർജ് എടുക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കൈക്കൂലിയും തരാം. അവിടെ 2 ഗുണ്ടകളെ കണ്ടില്ലെങ്കിൽ സ്റ്റേഷൻ ഒരു ഭംഗിയില്ലാന്ന്. ഗുണ്ടകൾക്ക് ബുദ്ധിയില്ലല്ലോ, ശക്തി മാത്രമല്ലേ ഉള്ളൂ. അത് വിശ്വസിച്ച് നേരെ അവർ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. നിങ്ങളുടെ തറവാട് തന്നെയല്ലേ? വാ മക്കളെ. എടാ അച്ഛന്റെ പ്രായം ഉണ്ടാവുമാർക്ക് മരണം മക്കളെ എന്ന് വിളിക്കണം. അപ്പോഴതാ അവിടേക്ക് നമ്മുടെ പുതിയ SI വന്നിരിക്കുകയാണ്. ആരാണത്? നമ്മുടെ ജിമ്മൻ അബൂ സലിം. വന്ന വടയെ പാവം പറ്റിച്ചുകൊണ്ടുവന്ന ഗുണ്ടകളെ കയറ്റി 5-6 ഇടി. അവരപ്പ തന്നെ ഇടിയും കൊണ്ട് പുറത്തിറങ്ങി പള്ളിക്കുർബാന കഴിഞ്ഞ് നടന്നു പോകുന്ന ഒരു കടമുറ്റത്ത് കത്തനായറച്ചന്റെ പെട്ടി തട്ടിപ്പറിച്ചോണ്ട് ഓടും. ഇത്രയും വലിയ പെട്ടിയും പിടിച്ച് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ തന്നെ അത് കണ്ട് ക്യൂരിയോസിറ്റി മൂത്ത് കള്ളനായി മാറും. ഇത് കണ്ട് ആരായാലും തട്ടിക്കൊണ്ട് പോകില്ലേ? പെട്ടി തട്ടി തുറന്നു നോക്കുമ്പോ അവര് ഞെട്ടി. അത് ആരാ പെട്ടിയാണ്? ആ അച്ഛൻ മറ്റാരുമില്ല കൈസ്, അത് നമ്മുടെ പവനായി ആയിരുന്നു. ഗുണ്ടകൾ നമ്മുടെ പവനായുടെ അടുത്ത് പറയും, പവനായി യാതൊരു പ്രകോപനവും ഇല്ല, നമ്മൾ രണ്ടുപേരെയും ആ പോലീസുകാരെ ഇടിച്ചു. അപ്പൊ തന്നെ പവനായി എന്നാ പിന്നെ ചോദിച്ചിട്ട് എന്നെ കാര്യം. പവനായി അപ്പൊ തന്നെ തന്റെ പ്രച്ഛന്റെ വേഷം ഇട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന് ഗുണ്ടകൾക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് വാദിക്കും. കൊണമെന്ന് പോലീസുകാരെ അങ്ങനെ കുത്തിനേറി പിടിക്കും. പിന്നെ പറയണ്ടല്ലോ പവനായുടെ വക ഒരു ഉഗ്രം ഫൈറ്റ്. ശേഷം ആ ചെവറിലോട്ട് പിടിച്ചു വലിച്ച് ചേർത്തങ്ങ് നിർത്തി. SI സാറേ, എന്നോട് കളിച്ചാൽ ആ കളി തീക്കളിയാ ഓർത്തോണം. ഇനി നടക്കപ്പോറത് യുദ്ധം. ഇത്രയായപ്പോ സിനിമ ഏതാണ്ട് ഇന്റർവെൽ ആയിരിക്കുകയാണ്. ഇനി ഇന്റർവെൽ ഞെരുതെന്തിരി കാണിക്കുന്ന വായം തുറന്നു നോക്കോ. ഇന്റർവെൽ സീൻ. അല്ല ഇത് ഏതാ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് എഡിറ്റ് ചെയ്തത്? ഒന്നീ കൈൻ മാസ്റ്റർ അല്ലെങ്കിൽ ഇൻഷോട്ട്, അതിലങ്ങോട്ട് എഡിറ്റ് ചെയ്താണെന്ന് തോന്നുന്നത്. കാര്യങ്ങൾ ഇത്രടം വരെ ആയ സ്ഥിതിക്ക് പവനെ തന്റെ തനി സ്വരൂപം ഇവരുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് തന്റെ ഐക്കോണിക് ഡയലോഗ് ഒന്ന് ചോദിക്കും. അമ്പും വില്ലും കൊണ്ട് ചാവണോ? ബോംബ് വേണോ? അതോ പിസ്റ്റൾ മാത്രം മതിയോ? സ്വന്തം മരണം തിരഞ്ഞെടുക്കാൻ അവർക്ക് ആ സമയത്ത് മനസ്സില്ലാതിരുന്നോണ്ട് പവനെ തന്നെ പറയും, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പത്തനംതിട്ട കത്രിക വെച്ച് നമുക്ക് നിങ്ങളെ കൊല്ലാന്ന്. എന്നിട്ട് ആ കത്രിക എടുത്ത് ഇങ്ങനെ വെട്ടി കാണിക്കും. വിളിക്കാനുള്ള സമയം പോലും കിട്ടില്ല, കൊരവള്ളി പൊട്ടിച്ചാവും. ഇതൊക്കെ എന്തോന്ന് പറയാനാണ് ഞാൻ.
എന്തായാലും പവനയുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ്. പവന അപ്പൊ തന്നെ നേരെ ഒരു കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് മെല്ലെ അങ്ങനെ അവര് ചേസ് ചെയ്ത് പോകും. പുള്ളിയുടെ മുഖത്തൊന്നും ഇമോഷൻസ് ഇല്ല, പകുതിയും കണ്ണാടിയും തൊപ്പിയും വെച്ച് മറച്ചേക്കാണ്. ഇവരോടൊന്ന് രക്ഷപ്പെട്ട് നേരെ എവിടെ പോകുന്ന പറയുമ്പോൾ നേരെ ബോംബെ പോകും. ഇനി നമ്മൾ ഈ കാണുന്നത് ബോംബെയാണ് കേട്ടോ. ഇത് നിങ്ങൾ ബോംബെ ആണെന്നൊക്കെ വിശ്വസിച്ചു വേണം. ബോംബെയുടെ ഒരു പള്ളിയുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ സെക്കൻഡ് നായിക. ഇത് ആ നായികയുടെ കാമുകി. പുള്ളിക്കാരി പള്ളിയുടെ മുന്നേ അത്ര വിൽക്കാൻ വന്നൊന്നുമല്ല. എന്തിനാണ് അവിടെ വന്നതെന്ന് അറിയാമോ? കല്യാണം കഴിക്കാൻ. അതും ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വന്ന മോന്തയാണ് ഇത്. കല്യാണ ചെറുക്കൻ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തൊന്ന് പോയി കല്യാണ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വരാം, അപ്പോഴത്തേക്കും ബാക്കിയുള്ള എന്റെ വീട്ടുകാരൊക്കെ അങ്ങ് വന്നോളെന്ന് പറയും. അവളത് വിശ്വസിക്കും. ഇവൻ എന്താ വെൽഡിങ്ങിന്റെ പണിയാ? അല്ല, മുഖത്തെ ഗ്ലാസ് വെൽഡ് ചെയ്യുമ്പോൾ വെക്കണ ഗ്ലാസ്. എടാ ഇത് ബോംബെടാ. ബോംബെയിൽ എവിടെ കാവ്യം മുണ്ടും മടക്കി കുത്തിക്കണ മനുഷ്യരുള്ളത്. അങ്ങനെ നമ്മുടെ കാമുക നായികനെ കബളിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു കവലയുടെ ഒത്ത നടുക്ക് എത്തിയപ്പോഴത്തേക്കും അവളെ പിടിച്ചിറക്കി വണ്ടി കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ നോക്കണം. ഇങ്ങനെ ഒരു ഉണ്ണാമൻ കൊടവന്റെ മുഖത്ത്. അവളെ പള്ളിയിൽ ഒറ്റയ്ക്ക് ഇന്നപ്പോഴത്തേക്ക് ഇവന് തട്ടിക്കൊണ്ട് പോകേണ്ടിരുന്നു. 4 ആള് കൂടിയിരിക്കുന്ന ബോംബെയുടെ നടുക്ക് വെച്ച് അവന് ചീറ്റ് ചെയ്താലും ഒരു സുഖമുള്ളൂ. വില്ലിന്റെ കൂട്ടുകാർക്ക് എന്തോ പറയാനുണ്ട്, നമുക്കത് കേട്ടാലോ. നീ ആരടി ഐശ്വര്യ റായിയോ? ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു. നീയാനടി ബോംബെ കണ്ട ഏറ്റവും വലിയ വെർജിൻ സഫി. നിന്റെ വെർജിനിറ്റി എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനടി ബോംബെ കണ്ട ഏറ്റവും വലിയ വെർജിൻ സഫി. നിന്റെ വെർജിനിറ്റി എന്ന് ഞാൻ കാണിച്ചു തരാം. എടാ മണ്ട, ഇത് ബോംബെ ഒന്നും അല്ല, നീ മലയാളി പോലും അല്ല. നോക്ക, എല്ലാരും ഒരേ പോസിൽ നിൽക്കണം, 2 കൈ പോക്കറ്റിനകത്തിട്ട്. സത്യത്തിൽ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ റോസ്റ്റ് ആൻ വേണ്ടി ഒന്നും പറയണ്ട. ഈ പടം സ്വയം ഒരു റോസ്റ്റ് ആണ്. അങ്ങനെ കല്യാണ വാഗ്ദാനം കൊടുത്ത് കബളിപ്പിച്ച് യവന്മാർ അവളെ ചന്തയിലിട്ട് പൈസക്ക് വിൽക്കാൻ നോക്കും ഗൈസ്. പക്ഷെ ഒരു സ്ത്രീ, അവൾ തീയാണ്. ഇത്ര നേരം ഇവളിവിടെ കിടന്ന് അക്രമം കാണിച്ചപ്പോ പുറകിൽ മിണ്ടാതെ കളി കണ്ടോണ്ടിരുന്നവന്മാരെ ഒരു 5 പേര് ചേർന്ന് അവളെ പിടിച്ചു വെക്കും. അപ്പൊ അത് അവിടെ വീണ്ടും നമ്മുടെ പവനായുടെ എൻട്രി. എന്നിട്ട് പുള്ളി ഓരോ അടിക്ക് ഓരോ പഞ്ച് ഡയലോഗ്. അവളുടെ ഗർജനം നിർത്തിക്കാൻ നീ ആരാടാ സിംഹരാജാവ്? ഐശ്വര്യ ആരാടാ? നിന്റെ അമ്മയുടെ ചേനാരോ? എടാ ഷായെ, വെർജിനിറ്റി അളക്കാനുള്ള അളവ് പോലെ നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ? എടാ ജയ, എനിക്കൊരു സംശയം. ഈ കളി തുടങ്ങുമ്പോ നീയാണോടാ അമ്പയർ? അല്ലെങ്കിൽ നാളെ ആവട്ടെ. പുള്ളി ഇത്രയും ഫൈറ്റ് ഒക്കെ കാഴ്ചവെച്ച് വില്ലന്മാരൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പറയുമേ, കെട്ടടാ ഈ സോഫിയുടെ കഴുത്തിൽ താലി. ഒരു സ്ത്രീയുടെ കഴുത്തിലും താലി ചാത്താനുള്ള അവകാശമില്ല. പിന്നെ ഈ സിനിമയിൽ ആവശ്യത്തിലധികം കോമഡി ഉണ്ട് ഗൈസ്. അവനെ ഇവളെ കൊണ്ട് 2 ഇഡലി ഇത്തിരി സാമ്പാർ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് തട്ടയുടെ ചെല്ലുമ്പോഴേ അവിടെ ഒരു മുതുക്ക് അമ്മച്ചി വന്ന് അവളെ തലോടുകയാണ്. ഭയങ്കര സുന്ദരിയാണ് അത്ര കണ്ടിട്ട്. ആ തലോടൽ അത്ര ശരിയല്ല, അത് റോങ് ആണെന്ന് മനസ്സിലാക്കിയ പവനായി ആ അമ്മച്ചിയുടെ കർണത്തിന് ഒരെണ്ണം കൊടുത്ത് സാരി പിടിച്ച് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോ അതൊരു മുതുക്ക് കാള. ഇന്ന് നമ്മുടെ നായകനും നായികയും കൂടെ ബോംബെയിൽ അവരുടെ ഒരു ബന്ധുവിന്റെ അടുത്ത് എത്തുകയാണ്, പവനായിൽ നിന്ന് രക്ഷപ്പെടാനായി. അപ്പൊ ഇവർ രക്ഷിക്കാൻ അവിടെ ഒരേ ഒരാളെ ഉള്ളൂ, അതാണ് ഈ സാമി. അപ്പൊ അതാ അവിടേക്ക് തലയിൽ മിക്സിയുടെ പ്രേതം കയറിയ ഒരു സ്ത്രീ വരികയാണ്. സ്വാമിജി മഹാസിദ്ധനാണ് ഗൈസ്. കണ്ടില്ലേ ഒരു പെണ്ണിന്റെ അഹങ്കാരം ഒഴിപ്പിച്ചത്. അത് കഴിഞ്ഞ് അവിടെ അഭയം തേടി വന്ന നായകനെ പിടിച്ച് ഹിപ്നോട്ടൈസ് ചെയ്യും. ഇനി നിനക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങളെ സാക്ഷി നിർത്തി ഇവളോട് പറഞ്ഞോളൂ. എനിക്ക് സോണിയെ ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. നീ ഇപ്പൊ പ്രേമം പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ട്. രാത്രി ശുഭരാത്രി. പാട്ടൊക്കെ കഴിഞ്ഞ് റോഡിലൂടെ പോകുന്ന ഇവരെ പവനായി കാണുകയാണ്. കീരി തല പോക്കണ പോലെ തല പോക്കി നോക്കണം. ഇനി അടുത്തതായി പവനായുടെ കല്യാണം കഴിയുകയാണ് ഗൈസ്. പവനയെ രക്ഷിച്ച ആ പെണ്ണില്ലേ, അവർക്ക് പവനായ ഇഷ്ടമാണ്. അങ്ങനെ ഒരു പള്ളിയിൽ വെച്ച് 2 പേരും വിവാഹം കഴിക്കുകയാണ്. ദൈവത്തെ സാക്ഷി നിർത്തി ഈ താലി എന്റെ കഴുത്തിൽ കെട്ടി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫസ്റ്റ് നൈറ്റ്. മുല്ലപ്പൂ വിതറുകയാണ് നമ്മുടെ പക്രുചേട്ടൻ. അപ്പൊ പുറകെ ഇത് നടന്ന് നമ്മുടെ പവനായി വരികയാണ്. ആദ്യ രാത്രി ആഘോഷിക്കാൻ പറഞ്ഞ വേഷമാണ് ഇത്. ആദ്യ രാത്രിയിൽ പോലും പ്രൊഫഷണലിസം മറക്കാത്ത പവനായാണ് ഈ ലോകത്തിന്റെ ഹീറോ. ഈ വേഷോട്ട് ആദ്യ രാത്രിക്ക് ചെന്ന് കയറി കൊടുത്ത വവ്വാലിനടിക്കുന്ന സ്പ്രേ എടുത്തോളം മോന്ത അടിച്ചു തരും. തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം വേഷം മാറി തിരികെ എത്തുകയാണ്. സോഫി കഴിഞ്ഞോ? എങ്കിൽ വരൂ. കഴിഞ്ഞില്ല, 2 റൗണ്ട് കൂടി പ്രാർത്ഥിക്കാറുണ്ട്. ക്രാന്തമൂട്ട് ഇരിക്കുകയാണ് കള്ള. പ്രാർത്ഥിച്ചത് മതി സോഫി, ബാക്കി പ്രാർത്ഥന നമുക്ക് കട്ടിലേക്ക് ആക്കാമെന്ന് പറഞ്ഞു അവർ 2 പേരും കൂടി രാത്രി ഒരു നീണ്ട കുർബാന തന്നെ അങ്ങ് നടത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നായകന്റെ ഈ അമ്മാവനും കൂടെ വന്നു. അവനായി പെരും കളഞ്ഞാണ്, അയാളെ സീരിയൽ കില്ലറാണെന്നൊക്കെ പറയും. അത് കേട്ട് കരഞ്ഞു മെഴുകി അവൾ അയാളെ തള്ളി പുറത്താക്കും.
അതിനുശേഷം അവിടെ സോഫിയുടെ ആങ്ങള വരികയാണ്. വൺ മിസ്റ്റർ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? മറ്റേ സീരിയലിലൊക്കെ എപ്പോഴും ഉണ്ണാമനായിട്ട് അഭിനയിക്കുന്ന പുള്ളിക്കാരൻ വരും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ദുഃഖപ്പാട്ട്. എടയാ പാട്ട് പാടിയത് യേശുദാസ. ചുമ്മാണ പുള്ളി പാട്ടൊക്കെ നിർത്തി വീട്ടിരിപ്പായത്. ബാക്ക് ടു ഫിലിം. ഒരാളുടെ കുടുംബം കലക്കിയതിൽ പ്രതിഷേധിച്ച് അവർ രണ്ടുപേരും കൂടി വന്ന് പറയുകയാണ് പവനായി ആളൊരു പാവമാണ്. ഇവർ തമ്മിൽ പിണഞ്ഞതിന് ശേഷം പവനായി ഈ കേസൊക്കെ വിടുക. ഇവരെ കൊല്ലാനുള്ള കൊട്ടേഷനിൽ നിന്ന് പുള്ളി ബാക്കൗട്ട് ചെയ്യും. അതോടുകൂടി ഇവർ വന്ന് മാപ്പൊക്കെ പറയും. അപ്പൊ തന്നെ പവനായി അവിടെ വരും. രണ്ട് കൈയും പൊക്കി അവളെ തോളി വെച്ച് കഷത്തിരി നാറ്റം അടുപ്പിച്ച് അവളെ ഓടിപ്പിക്കും അവിടെ നിന്ന്. പിന്നല്ലാതെ ഈ കോട്ടും തൊപ്പി നാറൂല്ലേ. ഇത് എവിടെ നിന്ന് വാടക എടുത്താണോ എന്തോ. ആ കോട്ടിന്റെ വാടകാശലും ഈ സിനിമക്കാർക്ക് കിട്ടിക്കാണൂല. എന്തായാലും അവർ ഒരുമിക്കും. പുള്ളിയുടെ കഥയൊക്കെ പറയും. അതായത് പുള്ളിക്ക് അമ്മച്ചോത്രമുള്ളായിരുന്നു. ആ അമ്മച്ചിക്ക് ഒരു അസുഖം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ആ ഹോസ്പിറ്റലിയുടെ ഡോക്ടർ നമ്മുടെ മറ്റേ മൂത്ത ഡോക്ടർ, അയാൾ അവരെ തന്ത്രപരമായി കൊന്നിട്ട് അവരെ കിഡ്നിയും ലിവറും ഒക്കെ എടുത്ത് വിൽക്കും. അതാണ് സിനിമയുടെ തുടക്കം. നമ്മളൊരു പറഞ്ഞാണ്ടി പെട്ടിയിലടച്ച് കൊണ്ടുപോകണ്ടില്ലേ, അതാണ് സംഭവം. ഇനി ഇവരെ കൊല്ലാനായിട്ട് നമ്മുടെ വില്ലന്മാർ വരികയാണ്. ഇവരെല്ലാരും പിടിച്ചൊരു ഗോഡൌണിൽ കൊണ്ടുപോയി കെട്ടിയിടും. അവിടെ നമ്മുടെ മെയിൻ വില്ലന്മാരെല്ലാം ഒത്തുകൂടുകയാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഓരോ സമയമുണ്ട്. എന്നിട്ട് ഇവരെ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ഈ വില്ലൻ പുള്ളി സ്വന്തം കൈ മുറിച്ചിട്ട് ആ ചോര എടുത്ത് വെച്ച് കുടിക്കും. ഓര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. ഇവൻ എന്താ വയ്യേ. അപ്പൊ അവിടെ നമ്മുടെ പവനായി ബുള്ളറ്റ് വിട്ട് വരികയാണ് ഗൈസ്. ചില്ലൊക്കെ പൊട്ടി ചെതറും. ഈ തൊപ്പി തലയിൽ ഒട്ടിച്ച് വെച്ചേക്കണം, അത് അനങ്ങളിലല്ലേ. ഇനി പവനായുടെ ഗ്യാങ് ഗോഡൻ ഫാമിലിയുടെ നിത്യ അമ്മയും മക്കളെയും പിടിച്ചു വെച്ചേക്കാണ്. പിന്നെ അവിടെ ഒരു ഉഗ്ര സ്റ്റണ്ടാണ് ഗൈസ്. അതിനിടയിൽ സ്വാമി എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട് കൂട്ടത്തിൽ നിന്ന് തെന്നി മാറി ഒരു മൂലക്ക് വെച്ച് പെണ്ണിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനെ സ്വാമി കുണ്ടിമർമ്മം കാണിച്ച് കീഴ്പ്പെടുത്തും. ദേവി എന്നാ ക്ലൈമാക്സ് ആയില്ലേ. ഇനിയിപ്പൊ എല്ലാരും ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞ് മറ്റേ മെയിൻ വില്ലനും വരും. അവിടെ വെച്ച് പവനായി 2 മാസ് ഡയലോഗ്. പാവത്തിനെ മാപ്പ് കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ച് വെടിവെച്ച് കൊന്ന്. അല്ല പച്ച മലയാളിയായി ഇയാൾ എന്തിന് ഹിന്ദി പറഞ്ഞ? ഓ ബോംബെയിലാണല്ലോ. डॉक्टर कोड़ा, एवरीथिंग हैपेंस ऑफ द गॉड्स विश. सब कुछ भगवान का हुक्म से होता है. मुझे माफ कर देना कोड़ा. എന്റെ പ്രിയ കൂട്ടുകാരെ, എന്താണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ അവസാനമായി പറയാനുള്ളത്? എനിക്കറിയാം ഇത് ഒരുപാട് ലെങ്ത് കൂടിയ റോസ്റ്റ് ആയി പോയെന്ന്. ബട്ട് ഗൈസ്, എനിക്ക് ഈ സിനിമയിൽ പ്രത്യേകിച്ച് റോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ വന്നില്ല. ഈ പടം എടുത്ത് കാണിച്ചു തന്നെ അതൊരു റോസ്റ്റ് ആണ്. ഇത്രയും നേരം ക്ഷമയുടെ ഉച്ചസ്ഥായിലിരുന്ന് ഈ പടം നിങ്ങൾ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. 18 മിനിറ്റോളം നിങ്ങൾ ഇത് കണ്ടപ്പോ 2.5 മണിക്കൂറോളം ഇരുന്ന് കണ്ട് ഞാൻ എത്രത്തോളം പീഡന മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അത് തന്നെയാണ് ഈ പടത്തിന്റെ റോസ്റ്റ്. അപ്പൊ നമ്മുടെ പവനായി പറഞ്ഞതുപോലെ ബക്കറ്റ് ഉണ്ടെങ്കിലേ കക്കൂസിൽ വെള്ളം കൊണ്ടുപോകാൻ പറ്റൂ. ബക്കറ്റിലിട്ട് തുണി ഇലക്കിയാലേ നിറം വെളുക്കൂ. അല്ല ഏതാണ്ട് ആ നിലവരമുള്ള ഡയലോഗൊക്കെ തന്നെ ഇതിനകത്തുള്ളത്. അങ്ങനെ പവനായി ശവമായി. ശരി ഗൈസ്, ഇന്നേക്ക് ഇത് മതി. എന്റെ വക വീട. മറ്റൊരു റോസ്റ്റ് വീഡിയോയുമായി ഞാൻ വരാം. അതുവരേക്കും നമ്മൾ ഇനിയും കാണും. Thanks. Love you.